ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് ബീഫ് വെച്ചിട്ട് സ്ഥിരം ഉണ്ടാക്കുന്നതല്ലാതെ വ്യത്യസ്തമായിട്ടൊരു വിഭവം ഉണ്ടാക്കാം. മംഗോളിയൻ ബീഫ്. ഇത് പണ്ട് ഞാൻ മഴവിൽ മനോരമയിൽ ദേരുചിയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ബീഫിൻ്റെ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു കുക്കറിലേക്ക് ഈ ബീഫിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഈ വെള്ളം നമുക്ക് സ്റ്റോക്കിന് ആവശ്യം ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. ബീഫ് വേവാൻ അത്രയും വെള്ളമൊന്നും വേണ്ടെന്നറിയാമല്ലോ. പക്ഷേ നമുക്ക് ഈ ബീഫ് സ്റ്റോക്ക് ആവശ്യമാണ് ഈ കറിക്ക്. എന്നിട്ട് ഈ ബീഫിൻ്റെ വെന്ത് കഴിയുമ്പം ഈ ബീഫിൻ്റെ പീസസ് മാത്രം മാറ്റി വെച്ച് സ്റ്റോക്ക് ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പം ഈ ബീഫിൻ്റെ പീസസ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ എടുക്കുന്നത് കോൺഫ്ലവർ ആണ്. ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ കോൺഫ്ലവർ നിരത്തിയിട്ടിട്ട് അതിലേക്ക് ഓരോ ബീഫിൻ്റെ പീസസും എടുത്ത് കോട്ട് ചെയ്തെടുക്കാം. എളുപ്പത്തിന് ഈ കോൺഫ്ലവർ 2 സ്പൂൺ ഈ ബീഫിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് എടുക്കരുത്. ഇതുപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കുക. എന്നാൽ മാത്രമാണ് ആ പ്രോപ്പർ ബീഫിൻ്റെ പീസസിൽ ആ കോട്ടിങ് വരുള്ളൂ. അങ്ങനെ തന്നെ നമുക്ക് ഈ കറിക്ക് ആവശ്യമാണ് കേട്ടോ. ശേഷം ഒരു കടായിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഈ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ പീസസ് ഇട്ട് നന്നായിട്ട് വറുത്ത് എടുക്കുക. നന്നായിട്ട് ഫ്രൈ ആയിട്ട് നല്ല ക്രിസ്പായിട്ട് കിട്ടും. കോൺഫ്ലവറും കൂടെ കോട്ട് ചെയ്തത് കാരണം നല്ല കറുമുറാന്ന് കടിക്കാൻ പാകത്തിന് നമുക്ക് നല്ല കിലകിലാ ഒച്ച വരുന്ന അത്രയും പാകത്തിന് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു പരുവത്തിന് നമുക്ക് ഇത് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനൊരു 2-3 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. പിന്നീട് ഒരു കടായിലേക്ക് ഒരു 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി നന്നായിട്ട് സോട്ട് ചെയ്യുക. സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് സ്പ്രിംഗ് അനിയൻ. സ്പ്രിംഗ് അനിയൻ്റെ കുറച്ച് ആ ഒരു വൈറ്റ് പോർഷൻ, റൂട്ടിനോട് ചേർന്നുള്ള വൈറ്റ് പോർഷൻ അടങ്ങിയ ഭാഗം കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നീട് ഒരു 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുക്കുക. സവാള നന്നായിട്ട് വാടി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് സോയാ സോസ്, ഇതാണ് ഇതിൻ്റെ ഫ്ലേവർ കൊടുക്കുന്ന ഐറ്റം. ഒരു 4 ടേബിൾ സ്പൂൺ ഓഫ് സോയാ സോസ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഈ ബീഫ് സ്റ്റോക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ സ്റ്റോക്കിലേക്ക് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് പഞ്ചസാര, എരിവ് ആവശ്യമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നീട് ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. സ്പ്രിംഗ് അനിയൻ ഇട്ട് കൊടുക്കുക. കുറച്ച് കോൺഫ്ലവർ കലക്കി ഒഴിക്കുക. അപ്പം ആ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വരും. അപ്പം നല്ല അടിപൊളി റെസിപ്പിയാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.